നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഷിജല്ലോസിസിനെ പറ്റിയാണ്. ഷിജല്ല ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന വയറിളക്ക പനി പ്രശ്നങ്ങളെ പറ്റിയാണ്. ഇത് ശരീരത്തിൽ വരുന്ന ഒരു ബാക്ടീരിയ മഴക്കാലത്ത് പ്രത്യേകിച്ച് വരുന്നതാണ്. കോമൺ ആയിട്ട് ഇത് കണ്ടുവരുന്നതാണ്. അതിന്റെ പ്രശ്നം സങ്കീർണതകളിലേക്ക് പോകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഷിജല്ല ബാക്ടീരിയയുടെ പ്രശ്നം, ഷിജല്ല ബാക്ടീരിയ ചെന്ന് അത് അവൻ പ്രവർത്തിച്ച് വയറിളക്ക രോഗത്തിലേക്ക് വന്ന് ഒരു പനിയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പോയി വയറിളക്കം നിർത്താനുള്ള ഒരു സ്റ്റോപ്പർ പോലുള്ള മരുന്ന് കഴിക്കുകയും ഈ ഷിജല ബാക്ടീരിയ പെറ്റുപെരുകി വയറ്റിനുള്ളിൽ തന്നെ നിൽക്കുകയും ചെയ്യുമ്പോൾ ശരീരത്തിനകത്ത് പലതരത്തിലുള്ള കുടലിനകത്ത് പലതരത്തിലുള്ള ടോക്സിൻസ് ഈ ഷിജല്ല ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോക്സിനാണ് പിന്നെ കുടലിനെ ബാധിക്കുകയും വയറിനെ ബാധിക്കുകയും കിഡ്നിയെ ബാധിക്കുകയും പിന്നെ തലച്ചോറിനെ ബാധിക്കുകയും പിന്നെ അത് വർണ്ണകരണത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ വയറിളക്ക രോഗങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് തന്നെ പോയി സ്റ്റോപ്പർ വാങ്ങിച്ച് ഒന്നാമത്തെ കാര്യം കഴിക്കരുത്. ഒപ്പം തന്നെ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിനെ നിർവീര്യമാക്കാൻ തക്കതായിട്ടുള്ള നല്ല ഹോമിയോപ്പതിക് മരുന്നുകൾ ഇന്ന് അവൈലബിൾ ആണ്. അത് വാങ്ങിച്ച് കഴിക്കുക. അത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വയറ്റിലുണ്ടായിരിക്കുന്ന ആ ബാക്ടീരിയയെ നിർവീര്യമാക്കാനും വൈറസിനെ നിർവീര്യമാക്കാനും സാധിക്കുന്നു. ഒപ്പം തന്നെ ലക്ഷണങ്ങളും ഇല്ലാതാവുന്നു. പിന്നെ ഈ വയറിളക്കം വന്നത് മൂലം ഉണ്ടാവുന്ന മറ്റു പ്രശ്നങ്ങൾ, അതായത് ക്ഷീണം, തളർച്ച, ഒത്തിരി തവണ വയറ്റിൽ പോയി വെള്ളം പോലെ പോവുകയും ചിലപ്പോൾ രക്തത്തോടു കൂടി പോവുകയും കൂടുതൽ തവണ വഴുവഴുക്കുള്ള മ്യൂക്കസ് പോവുകയും വെള്ളം പോയി കഴിയും പിന്നെ പോകാനൊന്നുമില്ല, പിന്നെ മ്യൂക്കസും ബ്ലഡും ഒക്കെ ആയിട്ട് പോകും. അങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ഉള്ളതിന്റെ പ്രശ്നങ്ങളെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് ORS ലൈൻ കുടിക്കുക. ORS പെട്ടെന്ന് അവൈലബിൾ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപ്പും പഞ്ചസാരയും ഇട്ട് കുടിക്കുക. നാരങ്ങ ഉപ്പും പഞ്ചസാരയും ഇട്ട് കുടിക്കുക. ഹൈ ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ പഞ്ചസാര അല്പം ആക്കിക്കൊണ്ട് ഉപ്പിന്റെ അളവ് കൂട്ടുക. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ധാരാളം വെള്ളം കുടിക്കുക, കരിക്കും വെള്ളം കുടിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ ഒരു പരിധിവരെ തടയാൻ സാധിക്കുന്നു. അതേസമയം നമ്മൾ സ്റ്റോപ്പർ കഴിച്ചിട്ട് വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ദഹിക്കാൻ പ്രയാസമുള്ള എണ്ണയിൽ വറുത്തതും പൊറോട്ട പോലുള്ള സാധനങ്ങൾ, ബീഫ് പോലുള്ള സാധനങ്ങൾ, കരിച്ചതും പൊരിച്ചതും പിന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ നല്ലപോലെ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്താൽ വീണ്ടും 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ബാക്ടീരിയ വയറ്റിക്കിടന്ന് പെറ്റുപെരുകയും വീണ്ടും കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ എന്തോ പ്രശ്നമായിട്ട് സംഭവിച്ചു, എന്തോ പ്രശ്നം എൻ്റെ വയറ്റിലുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു 2-3 ദിവസത്തേക്ക് വളരെ ശ്രദ്ധയോടുകൂടി ദഹിക്കാൻ എളുപ്പമുള്ളതും ശുദ്ധമായതും വീട്ടിൽ തന്നെ പാകം ചെയ്തതും ചൂട് ഉള്ളതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് നമുക്ക് അതിനെ ഒന്ന് ലഘൂകരിക്കാൻ സാധിക്കുന്നു. വളരെ ലളിതമായി ലഘൂകരിക്കാൻ സാധിക്കും. ഒരു പ്രശ്നം പിടിപെട്ടു പോയാൽ പിന്നെ അതിൽ നിന്ന് എങ്ങനെ ഈസി ആയിട്ട് വെളി വരാം. അപ്പൊ അല്ലാതെ അതിനെ മറച്ചു നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും മറികടന്ന് പോകാനൊക്കെ ചെയ്താൽ ആണ് കോംപ്ലിക്കേഷൻസിലേക്ക് വരുന്നത്. അത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വയറിളക്കം അല്ലെങ്കിൽ ലൂസ് മോഷൻ പോലെ കണ്ടാൽ തന്നെ നമുക്ക് വീട്ടിലെപ്പോഴും ആരോറൂട്ട് പൗഡർ ഉണ്ടാവും അല്ലെ. ആരോറൂട്ട് പൗഡർ, അതായത് കൂവപ്പൊടി വെള്ളത്തിൽ കാച്ചി ഉപ്പിട്ട് കുടിക്കുക, അല്ലെങ്കിൽ ഏത്തക്കാപ്പൊടി വെറുതെ വെള്ളത്തിൽ വേവിച്ച് ഉപ്പിട്ട് കുടിക്കുകയൊക്കെ ചെയ്താൽ വളരെ നല്ലതാണ്. ആ ഒരു കുടലിന്റെ ഭാഗത്തുണ്ടാകുന്ന ആ ഒരു ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള, അതായത് ഈ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ലക്ഷണങ്ങളെയൊക്കെ ഒന്ന് കുറയ്ക്കാനും കുടലിനെ ലഘൂകരിക്കാനും ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വയറിളക്കം വന്നു, വയറിളക്ക പ്രശ്നം പറ്റുക, അല്ലെങ്കിൽ സ്tomach ഒന്ന് അപ്സെറ്റ് ആയി, ഉടനെ തന്നെ പോയി സ്റ്റോപ്പർ വാങ്ങിച്ച് തന്നെ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഷിജല്ലയൊന്നും ഇപ്പോഴൊന്നും വന്നതല്ല, പണ്ടേ ഉള്ളതാണ്. അതാണ് ഈ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, വയറുകടി വന്നു, വയറിന് പ്രശ്നം വന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അതൊക്കെയാണ് ഈ സംഭവം. അതിന് പ്രധാനമായിട്ട് അടിവയറ്റിലാണ് വേദന ഉണ്ടാകുന്നത്. ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. അപ്പൊ പെട്ടെന്നൊരു ഛർദിലുണ്ടായെന്ന് വിചാരിച്ച് ഇത് ഷിജല്ലോസിസ് ആകുന്നതിനില്ല. ഓക്കെ.